ഇന്ദ്ര ഗുണാവൻ സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് മലംപാറ ജനം. ഈ ചിത്രം എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ 2 തവണ ആലോചിച്ചു. കാരണം ചെറിയൊരു പേടി. അത് പ്രേതത്തെയല്ല. പ്രേതത്തെ കണ്ട് പേടിച്ചാൽ ഒന്ന് ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ആ പേടി മാറും. എന്നാൽ മതപരമായും രാഷ്ട്രീയപരമായും എന്തെങ്കിലും മിണ്ടിയാൽ ചിലപ്പോൾ ആ പ്രശ്നം വലിയൊരു പ്രശ്നമായി തീരും. ഈ ചിത്രത്തിൽ ഒരു ഭാഗത്ത് പ്രേതങ്ങൾ പേടിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ മതവും രാഷ്ട്രീയവും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു മതത്തെയോ രാഷ്ട്രീയത്തെയോ കളിയാക്കാനോ പൊക്കി പറയാനോ താഴ്ത്തി പറയാനോ സീജ് വ്ളോഗ് എന്ന ഈ ചാനലിൽ നിൽക്കില്ല. ഇവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, അങ്ങനെ പല മതത്തിൽപ്പെട്ടവരും മതത്തിൽ പെടാത്തവരും എല്ലാത്തരം ആൾക്കാരുമുണ്ട്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് 2 പേർ ഒഴികെ മറ്റെല്ലാവരും എൻ്റെ സിസ്റ്റേഴ്സാണ്. ഞാൻ പറഞ്ഞു വന്നത്, സിനിമയെ സിനിമയായി കാണുക, എൻജോയ് ചെയ്യുക. എക്സ്പ്ലനേഷൻ കണ്ട് എന്നെ വിലയിരുത്തി കുറ്റപ്പെടുത്തിയും തെറി വിളിച്ചും നിങ്ങളുടെ സമയം കളയേണ്ട. ബിക്കോസ് ഐ ലെസ് കെയർ അബൌട്ട് ഇറ്റ്. ഇത് എല്ലാവരോടും പറഞ്ഞതല്ല, കിളിപ്പോയ കുറച്ച് ബഗടന്മാരോട് പറഞ്ഞതാണ്. അതിന് മാത്രം ഇതിലെന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ച ചിത്രത്തിന്റെ തുടക്കത്തിൽ 1965 വിനോങ്കോ എന്നൊരു ഗ്രാമം കാണാം. ഗ്രാമത്തിൽ വലിയ യുദ്ധം നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരു വലിയ ഞെട്ടിക്കുന്ന കാര്യം ഗ്രാമത്തിൽ നടന്നിരിക്കുന്നു. ഗ്രാമത്തലവനെ ആരോ ബ്രിഡ്ജിൽ വെച്ച് വെട്ടി നുറുക്കിയിട്ടിരിക്കുന്നു. തലവനെ നാട്ടുകാർ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുകയാണ്. തലവൻ നല്ല സീരിയസ് കണ്ടീഷനിലാണുള്ളത്. ഈ ഗ്രാമത്തിൽ 2 പാർട്ടികളുണ്ട്. ആ 2 പാർട്ടിയിലെ നേതാക്കൾ പരസ്പരം കലിപ്പിൽ നോക്കി നിൽക്കുകയാണ്. എനിക്കെന്തോ അവൻ്റെ മേൽ സംശയമുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ക്യാമറമാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ തലവനെ ആരാ വെട്ടിയത് എന്നറിയാതെ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോൾ അതുവഴി ഒരു ലേഡി പോകുന്നത് കാണാം. അവളുടെ മുഖം വ്യക്തമല്ല. പെട്ടെന്ന് ആരോ പെട്രോൾ ബോംബ് എടുത്ത് തലവനെ ചികിത്സിക്കുന്ന കുടിലിലേക്ക് വലിച്ചെറിയുകയും കുടിലിൽ കത്താൻ തുടങ്ങി. അത് കണ്ട് ആ വലിച്ചെറിഞ്ഞത് ആരാണെന്ന് കണ്ടെത്താൻ ഗ്രാമത്തിലെ 2 പാർട്ടിക്കാരും പോവാൻ തുടങ്ങി. ഓടിച്ചു ഒടുവിൽ പെട്രോൾ ബോംബ് എറിഞ്ഞവനെ പിടികൂടുകയും ചെയ്തു. അത് ആരാണെന്ന് മുഖം മൂടി വച്ചിരുന്ന തുണി എടുത്തു മാറ്റുമ്പോൾ അതൊരു പെണ്ണായിരുന്നു. പെണ്ണാണെന്ന് കരുതി വെറുതെ വിട്ടില്ല. അവളെ അടിച്ച ശേഷം, നീ ആരാ, എന്തിനാ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയുന്നില്ല. എത്ര തവണ ചോദിച്ചിട്ടും അവൾ വാ തുറക്കാത്തതിനാൽ കലിപ്പിലായവൻ ഒരു കത്തിയെടുത്ത് ചറപറാന്ന് കുത്തി അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതേ നേരം കുടിലിൽ തീ പിടിച്ച് തലവനും മരിച്ചു പോവുകയും ചെയ്തു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. 2023 സെപ്റ്റംബർ 30, അതായത് ആ സംഭവം നടന്ന് 58 വർഷത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ കാണാം. ഇവനാണ് നായകൻ. പേര് റെൻഡി. അവൻ്റെ മുത്തശ്ശൻ എഴുതിയ ഒരു ലെറ്റർ വഴി ഒരു രഹസ്യം മനസ്സിലാക്കുകയാണ്. മുത്തശ്ശൻ്റെ പേര് മേജർ അസീം. ആ ലെറ്ററിലുള്ളത്, നമ്മുടെ കുടുംബത്തിലെ ഒരു രഹസ്യത്തെ കുറേ കാര്യമായി നിന്നോട് മറച്ചു വെച്ചു. ഇനി ആ രഹസ്യം നീയും അറിയണം. എൻ്റെ ശരീരം വിനാങ്കോ എന്ന ഗ്രാമത്തിൽ മറവ് ചെയ്യ്. അപ്പോഴേ ഫാമിലിയിൽ സംഭവിച്ച ആ രഹസ്യം നിനക്ക് അറിയാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ ഡ്രോയറിൽ വച്ചിരുന്ന ഒരു ബോക്സ് എടുത്ത് റെൻഡിയുടെ ഫ്രണ്ടുകാരനെയും ഫ്രണ്ടുകാരൻ്റെ ലവറായ സിസ്കയെയും കൂട്ടി വിനോങ്കോ എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരു വാനിലാണ് യാത്ര. വാൻ ഓടിക്കുന്നവൻ്റെ പേര് താർജ. അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ സിഗ്നൽ കട്ടാവുകയാണ്. ഇവർക്ക് വഴി അറിയില്ലല്ലോ. അന്നേരം വഴിയിൽ ഒരു മുത്തശ്ശി വിറകുമായി പോകുന്നത് കണ്ട് വിനോങ്കോ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി ഏതാ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഭയത്തോടെ ഇതുവഴി തന്നെയാ പോകേണ്ടത് എന്ന് പറയുകയാണ്. എന്നിട്ട് അവരെ തന്നെ മുത്തശ്ശി കുറുകുറുവെന്ന് നോക്കുകയാണ്. അങ്ങനെ അവർ യാത്ര തുടർന്ന് ഒടുവിൽ വിനോങ്കോ എന്ന ഗ്രാമത്തിലേക്ക് കടക്കാനായപ്പോൾ പെട്ടെന്ന് വാൻ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ഏതോ ഒരു അമാനുഷിക ശക്തി അവരെ അകത്ത് കടക്കാൻ സമ്മതിക്കാതെ തടസ്സം നിൽക്കുകയാണ്. ഒടുവിൽ എല്ലാവരും ഇറങ്ങി വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്ത് വിനോങ്കോ എന്ന ഗ്രാമത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ഊതുബത്തി കത്തിച്ച് വീടിൻ്റെ മുന്നിൽ വെച്ച് വീട് അടച്ച് അകത്ത് കയറിയ ശേഷം എന്തോ ഒരു ഇല പോലെ ചുരുട്ടിക്കെട്ടി വീടിൻ്റെ കൂരയിൽ കെട്ടിത്തൂക്കുകയാണ്. ഇപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. ഗ്രാമം കൂരിരുട്ട്. അന്നേരം അവരുടെ വാൻ വീണ്ടും ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അവിടെ ഒരു ബംഗ്ലാവ് കണ്ട്, ഇനി യാത്ര വേണ്ട, ദേ അവിടെ കാണുന്ന കെട്ടിടത്തിൽ താമസിക്കാം എന്ന് പറയുമ്പോൾ, അത് കാണാൻ ഒരു പ്രേത ബംഗ്ലാവ് പോലെ ഉണ്ടല്ലോ, അവിടെ എങ്ങനെ താമസിക്കും? അങ്ങനെ അവർ എല്ലാവരും വാനിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി TV കണ്ട് ആസ്വദിക്കുമ്പോൾ അവളുടെ അമ്മ വന്ന്, എന്താടി നീ ഈ രാത്രി TV നോക്കി കിണിക്കുന്നത്, മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങ്. അത് കേട്ട്, നിങ്ങൾ ഈ ജഹനം
നൈറ്റിനെ വിശ്വസിക്കുന്നുണ്ടല്ലേ? എനിക്കതിൽ വിശ്വാസമില്ല. അത് കേട്ട് നിന്നെ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. ഇതേ നേരം വാനിൽ റാൻഡി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ താർജയുടെ കൂർക്കം വലി കേട്ട് ഞെട്ടി ഉണരുകയും അടുത്തുള്ള വീട്ടിൽ പോയി ഉറങ്ങാം എന്ന് പോയി നോക്കുമ്പോൾ ആ വീടും പൂട്ടിയിട്ടുണ്ട്. മുള്ളാൻ മുട്ടിയിട്ട് അടുത്തുള്ള മരച്ചുവട്ടിൽ ചെന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം. എന്താണെന്ന് മരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രേതം മരത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ ദേ മുന്നിൽ വാളുമായി മറ്റൊരു പ്രേതം. പ്രേതത്തിന്റെ കൂട്ടം തന്നെ ഇളകിയെന്ന് തോന്നുന്നു. ഇതേ നേരം ആ പെൺകുട്ടിയുടെ വീട്ടിൽ അവളുടെ ശരീരത്തിൽ ഒരു പ്രേതം കയറിക്കൂടുകയും ചെയ്തു. എന്തായി എന്ന് പറഞ്ഞു ചെന്ന അച്ഛനെയും അടിച്ചിട്ട് വീട്ടിലുള്ള തിങ്സ് എല്ലാം എറിഞ്ഞ് ഉടക്കാൻ തുടങ്ങി. ഇതേ നേരം റെൻഡി ആണെങ്കിൽ പേടിച്ച് ഓട്ടം തന്നെയാണ്. പുറകിൽ പ്രേതവും പിടിവിടാതെ ഫോളോ ചെയ്തു വരികയാണ്. ഒരു ഘട്ടത്തിൽ കാല് തട്ടി റെൻഡി നിലത്ത് വീഴുകയും പുറകിൽ വാളുമായി വെട്ടാൻ വന്ന പ്രേതം മുന്നിൽ മറ്റു പ്രേതങ്ങളെ കണ്ട് പേടിച്ച് ഓടുകയാണ്. അതെന്തിനാ ഓടിയതെന്ന് റെൻഡിക്ക് മനസ്സിലായില്ല. ഇതേ നേരം വീട്ടിൽ പ്രേതബാധ കയറിയ പെൺകുട്ടി ഭയങ്കര അഗ്രസീവായി പെരുമാറുകയാണ്. മറ്റേ വശത്ത് റെൻഡി രക്ഷപ്പെട്ടു ഓടി നേരെ പ്രേതബാധ കയറിയ പെണ്ണിന്റെ വീട്ടിലെത്തി. അവളുടെ പെരുമാറ്റം കണ്ട് പ്രേതബാധ കയറിയ പെണ്ണിന്റെ വീട്ടിലെത്തി അവളുടെ പെരുമാറ്റം കണ്ട് ആകെ ഭയന്ന് നിൽക്കുകയാണ്. ഇവിടെയും രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അവിടുന്നും ഓടാൻ തുടങ്ങി. നോക്കിയാൽ അവിടെയും ഒരു പെൺകുട്ടി തൂങ്ങി മരിക്കുന്ന പോലെ കണ്ട് ഇതെന്താ ഈ ഗ്രാമം ഇങ്ങനെ, എവിടെ നോക്കിയാലും പ്രേതമാണല്ലോ എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങി. ഒരു വശത്ത് എത്തിയപ്പോൾ ദേവ ശ്മശാനത്തിന് മുന്നിൽ ഒരു കൂട്ടം പ്രേതങ്ങൾ. അവിടുന്ന് ഭയന്ന് ഓടാൻ നോക്കുമ്പോൾ അവിടേക്ക് ഒരു ലേഡി വന്ന് നിൽക്കുകയാണ്. മാഡം, എന്നെ രക്ഷിക്കണേ, ചുറ്റിലും പ്രേതങ്ങളാണല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വാനിലാണുള്ളത്, എന്നെ രക്ഷിക്കണേ, ഞാൻ ഈ ഗ്രാമത്തിലുള്ളവളാണ്, എൻ്റെ പേര് അമർണിയ, ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, വാ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് റെൻഡിയെ കൂട്ടിയിട്ട് പോവുകയാണ്. ഫ്രണ്ടുകാരനും ലവറും തർജയും വാനിലാണുള്ളത്. പെട്ടെന്ന് ഒരുപാട് പ്രേതങ്ങൾ വന്ന് ആ വാനിനെ തകർക്കാൻ തുടങ്ങി. പേടിച്ച് വിറച്ച ഫ്രണ്ടുകാരനും ലവറും വാനിൽ നിന്നും ഇറങ്ങി നേരെ അടുത്തുള്ള ഫാമിലേക്ക് പോയി ഒളിഞ്ഞു നിൽക്കുമ്പോൾ തർജയെ ആണെങ്കിൽ പ്രേതം പിടികൂടി ഒടുവിൽ അവനെ കുത്തി കൊല്ലുകയും ചെയ്തു. അത് കണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ച് കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. അന്നേരം മറ്റേ വശത്തു നിന്നും ഓടി വരുന്ന റെൻഡിയും അമർണിയെയും കണ്ട് സിസ്ക ഭയത്തോടെ പ്രേതം തർജയെ കൊന്ന കാര്യം പറയുകയാണ്. അന്നേരം അമർണിയ ശരി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അമർണിയയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്. ഇവളുടെ പേര് കദീറ ആയിഷയുടെ അനിയത്തിയാണ്. എടാ, ഈ ഗ്രാമം മൊത്തം പ്രേതങ്ങളാടാ, എന്തൊരു കർമ്മം പിടിച്ച ഗ്രാമമാണെടാ ഇത്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ എല്ലും തോലുമാവും എന്നൊക്കെ ഫ്രണ്ടുകാരൻ പറയുമ്പോൾ അകത്ത് അമർണിയോട് കദീറ പറയുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞേ ആകണം, ഇതാണ് പറ്റിയ നേരം. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് റെൻഡിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ പേര് മേജർ അസീം, മിലിറ്ററിയിൽ നിന്നും റിട്ടയർഡായി, ഒടുവിൽ മരിച്ചു. മുത്തശ്ശൻ്റെ അവസാനത്തെ ആഗ്രഹം മുത്തശ്ശൻ്റെ ശരീരം ഈ ഗ്രാമത്തിൽ മറവ് ചെയ്യണം എന്നായിരുന്നു. അതിനാലാണ് ഇവിടെ ഞങ്ങൾ വന്നത്. അത് കേട്ട് അസീം എന്നൊരാൾ ഈ ഗ്രാമത്തിലുള്ളതായി എനിക്ക് അറിയില്ലല്ലോ എന്ന് അമർണിയ പറഞ്ഞ് ഈ ഗ്രാമത്തിലെ പ്രേതങ്ങൾ വരുന്നതിൻ്റെ കാരണം കൂടി പറയാൻ തുടങ്ങി. വർഷത്തിൽ 3 ദിവസം ഈ ഗ്രാമത്തിൽ പോരാടി മരിച്ചവരുടെ പ്രേതങ്ങൾ വന്ന് ഈ ഗ്രാമത്തിലുള്ളവരെ വേട്ടയാടും. ചില പ്രേതങ്ങൾ മനുഷ്യരുടെ ശരീരത്തിൽ കയറി അവരെ കൊണ്ട് മറ്റുള്ളവരെ കൊലപ്പെടുത്തും. അതിനാൽ പ്രേതങ്ങൾ വരുന്ന ഈ 3 ദിവസത്തെ ജഹനം ദിവസങ്ങൾ എന്നാണ് പറയുന്നത്. ഈ 3 ദിവസം ആരും അധികം പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടിൽ ഇരുന്ന് ഖുറാൻ വായിക്കണം. 3 ദിവസം ഖുറാൻ വായിച്ചാൽ പ്രേതത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാം എന്നൊക്കെ അമർണിയ പറഞ്ഞ് ഇനി പ്രേതം വരാൻ കാരണമായ ആ ഒരു കഥ ഫ്ലാഷ് ബാക്ക് പോലെ അമർണിയ പറയാൻ തുടങ്ങി. മാലിക് ആൻഡ് ബാത്തിയാർ ഈ 2 പേർ ചെറുപ്പത്തിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച് നല്ല കില്ലാഡീസ് ആയിരുന്നു. ഒരിക്കൽ ബാത്തിയാർ ഈ ഗ്രാമം വിട്ട് പുറം നാട്ടിലേക്ക് പഠിക്കാനായി പോകേണ്ടി വന്നു. അതേപോലെ മാലിക്കിനും മതപഠനത്തിൽ താല്പര്യം തോന്നി മറ്റൊരു നാട്ടിൽ ഇസ്ലാമിക് ബോർഡിംഗ് സ്കൂളിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2 പേരും പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ ഗ്രാമത്തിൽ തന്നെ വന്നു. അതേപോലെ ഈ ഗ്രാമത്തിൽ വലിയ മാറ്റം ഒക്കെ കൊണ്ടുവന്നു. ആ മാറ്റമാണ് ജഹനം എന്ന ദിവസത്തിന് കാരണമായത്. മാലിക് ഗ്രാമത്തിൽ വലിയൊരു കശാപ്പ് കട തുടങ്ങി. അതേപോലെ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സഹായമായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നിൽ നിന്ന് അതൊക്കെ മാറ്റിയെടുക്കുമായിരുന്നു. അതിനുവേണ്ടി ഒരു കൂട്ടം ആൾക്കാർ മാലിക്കിന്റെ കീഴിലുണ്ട്. അതേപോലെ ബാത്തിയാർ ആണെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, വലിയവൻ ചെറിയവൻ എന്നൊന്നുമില്ല, മനുഷ്യരെല്ലാം ഈക്വലാണ് എന്ന് പറഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറി. ബാത്തിയാറിന്റെ കൂടെയും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെ മാലിക്കും ബാത്തിയാറും ഓരോരോ പാർട്ടികളായി മാറി. അവർക്കിടയിൽ പരസ്പരം മത്സരം ആരംഭിച്ചു. മാലിക്കിന്റെ പാർട്ടി ആണോ വലുത്, ബാത്തിയാർ
ബാത്തിയാറിൻ്റെ പാർട്ടിയാണോ വലുത് എന്ന രീതിയിൽ. അങ്ങനെ ഒരിക്കൽ എൻ്റെ ചേച്ചി, അതായത് അമർനിയയുടെ ചേച്ചി രമേശ് എന്നതുമായി പ്രണയത്തിലാവുകയും അക്കാര്യം ഉപ്പയായ മാലിക് അറിഞ്ഞിരുന്നില്ല. ഒരു വശത്ത് ആ കാര്യം കൂടി നടന്നുകൊണ്ടിരിക്കെ ബാത്തിയാർ ആണെങ്കിൽ പാർട്ടിക്ക് വേണ്ട ആൾക്കാരെ ചേർത്ത് വലിയൊരു പാർട്ടിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മാലിക്കും അവന് സപ്പോർട്ട് ചെയ്യുന്നവരെ അവൻ്റെ പാർട്ടിയിലേക്ക് ചേർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനിടയിൽ രണ്ട് പാർട്ടികളും പരസ്പരം അടി ഇടി വെട്ട് കുത്ത് ഒക്കെയായി വലിയ പ്രശ്നങ്ങളായി മാറി. പോലീസ് വരെ ഇടപെടുന്ന അവസ്ഥയിലെത്തി. അതേപോലെ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ ഗ്രാമത്തലവനെ ബ്രിഡ്ജിൽ വെച്ച് മുഖമൂടി വെച്ചവർ വന്ന് തലൈവനെ അടിച്ച് നിരപ്പാക്കി വെട്ടി നുറുക്കുകയായിരുന്നു. അതിനുശേഷം തലൈവനെ കൊണ്ട് കുടിലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കെ ഏതോ ഒരുത്തി പെട്രോൾ ബോംബ് വലിച്ചെറിഞ്ഞ് തീയിട്ട് തലൈവനെ കൊന്നത്. തലൈവൻ യഥാർത്ഥത്തിൽ മാലിക്കിൻ്റെ ഉപ്പയാണ്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം മാലിക്കും ബാത്തിയാറും തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. മാലിക് പറയുന്നു, എടാ ജനങ്ങളെ അടിച്ചു കൊല്ലുന്നതാണോ കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന ആശയം വിട്ടാണ് നീ കളിക്കുന്നത്. അത് കേട്ട് ബാത്തിയാർ, ഓഹോ അപ്പോൾ നീയോ ജനങ്ങളെ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് ജീവിക്കുന്നവനല്ലേ നീ, നിന്റെ ആൾക്കാരും കൊല ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. എടാ ഈ മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൂട്ടി മറ്റേ മതത്തെ താഴ്ത്തി പറഞ്ഞ് അവരെ ആക്രമിക്കാൻ നോക്കുന്നവനല്ലേ നീ. ഇങ്ങനെ ഒരു മതഭ്രാന്തനായി നടന്നാൽ ഒരിക്കലും നാട് വളരില്ല. ഗ്രാമത്തിൽ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ മതസൗഹാർദ്ദം വേണം എന്ന് ബാത്തിയാർ പറയുമ്പോൾ, എടാ നീയും ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവനല്ലേ, എന്തിനാ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് മറ്റു മതസ്ഥരെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ മതത്തെ വളർത്താനല്ലേ നോക്കേണ്ടത്, എല്ലാം ദൈവം കാണുന്നുണ്ട് എന്നൊക്കെ മാലിക് പറയുകയും അതൊക്കെ കേട്ട് ഈ മതഭ്രാന്തനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ബാത്തിയാറും അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമാവുകയായിരുന്നു. ഒരു വശത്ത് മാലിക് മതത്തിനു വേണ്ടിയും മതത്തിൽ ചേർന്നവരെ മാത്രം സംരക്ഷിക്കാനും നല്ലത് ചെയ്യാൻ വേണ്ടിയും മതഭ്രാന്തനെ പോലെ ചിന്തിച്ച് എതിർക്കുന്നവരെ തീർക്കാൻ പദ്ധതിയിടുകയാണ്. മറ്റേ വശത്ത് ബാത്തിയാർ തൻ്റെ പാർട്ടിയാണ് വലുത്, ജനങ്ങൾ എല്ലാവരും ഈക്വലാണ്, വലിയവനോ ചെറിയവനോ എന്നൊന്നുമില്ല, മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ദ്രോഹം ചെയ്യുന്നത് ആരാണെങ്കിലും അവരെ ഒതുക്കണം എന്ന് പദ്ധതിയിടുകയാണ്. അതിനുശേഷം ആ യുദ്ധത്തിനിടയിൽ മാലിക് രമേശിനോട്, എൻ്റെ രണ്ട് മക്കളെയും ഈ ഗ്രാമത്തിൽ നിന്നും ഭദ്രമായി കൂട്ടിയിട്ട് പോ, പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം മക്കളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് മാലിക്കിൻ്റെ കഴുത്തിലുള്ള മുത്തുമാല എടുത്ത് രമേശിന് കൊടുക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് കഥ പറയുന്ന അമർനിയ ഇപ്പോൾ റെൻഡിയെ നോക്കി, നീ കഴുത്തിലിട്ടിരിക്കുന്ന മാല എൻ്റെ ഉപ്പയുടേതാണ് എന്ന് പറയുകയാണ്. അമർനിയ മാലിക്കിൻ്റെ മകളാണ്. വീണ്ടും ഫ്ലാഷ് ബാക്ക് കഥ പറയാൻ തുടങ്ങി. മാലിക്കും ബാത്തിയാറും യുദ്ധത്തിന് വേണ്ട വടിവാൾ ആയുധങ്ങളൊക്കെ റെഡിയാക്കി പരസ്പരം യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ മാലിക്കിൻ്റെ പാർട്ടിയും ബാത്തിയാറിൻ്റെ പാർട്ടിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. അതേ നേരം അമർനിയയും ചേച്ചിയും രമേശിൻ്റെ കൂടെ നാട് വിട്ടു പോകുമ്പോൾ ഗ്രാമത്തിൽ യുദ്ധം നടക്കുന്ന സമയം ആയതിനാൽ വെപ്രാളത്തിൽ അമർനിയയ്ക്ക് ചേച്ചിയെയും രമേശിനെയും മിസ്സായി. അന്നേരം ഗ്രാമം വിട്ടു പോകുന്ന മറ്റൊരു കുടുംബമാണ് എന്നെ ഏറ്റെടുത്തത്. അവരുടെ കൂടെയാണ് ഞാൻ വളർന്നത്. ഒരു വശത്ത് മാലിക്കും ബാത്തിയാറും തമ്മിൽ പൊരിഞ്ഞ അടി, തലയ്ക്ക് അടി, നെഞ്ചത്തടി, അങ്ങനെ അടിയോടടി. അടി മാത്രമല്ല വെട്ടുമുണ്ട്. രണ്ടുപേരും വാളെടുത്ത് പരസ്പരം വെട്ടി ഒടുവിൽ രണ്ടുപേരും മരിച്ചു പോവുകയും ചെയ്തു. രണ്ട് പാർട്ടികളുടെയും തലവൻ മരിച്ചതിനാൽ എല്ലാവരും ചേർന്ന് രണ്ടുപേരുടെയും ബോഡി കൊണ്ടുപോയി ഒരിടത്ത് മറവ് ചെയ്യുകയും ചെയ്തു. അതേപോലെ യുദ്ധം അവിടെയും അവസാനിച്ചില്ല. ബാക്കിയുള്ളവരും പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ രണ്ടുപേർ മാത്രം മരിച്ചില്ല. കാരണം ആ യുദ്ധം അത് രമേശിൻ്റെ തന്നെ കുരുട്ട് ബുദ്ധിയിൽ ഉദിച്ച പ്ലാൻ ആയിരുന്നു. ഈ രണ്ടുപേരെ രമേശ് പണം നൽകി യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ നിർത്തിയതാണ്. ഈ രണ്ടുപേരാണ് മാലിക്കിൻ്റെ ഉപ്പയെ ഗ്രാമത്തലവനെ മുഖമൂടി വെച്ച് പോയി പാലത്തിൽ അടിച്ച് വെട്ടിയിട്ടത്. പണം നൽകിയ ഉടനെ രമേശിനെ ഹെൽപ്പ് ചെയ്ത രണ്ടുപേരെയും രമേശ് ഇപ്പോൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. രണ്ട് തലവന്മാർ മരിച്ചാൽ പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് രമേശ് പ്ലാൻ ചെയ്തത്. അങ്ങനെ അത്രയും കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് പോലെ അമർനിയ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാലിക്കിൻ്റെയും ബാത്തിയാറിൻ്റെയും ശരീരം എവിടെയാ കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് എവിടെയാണെന്ന് ആർക്കും ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ ആ രണ്ടുപേരുടെയും ശരീരം കണ്ടുപിടിച്ച് എടുത്താൽ ഈ ഗ്രാമത്തിൽ ഏർപ്പെട്ട ശാപം മാറുമോ എന്ന് റെൻഡി ചോദിക്കുമ്പോൾ ഇനി 2 ദിവസം കൂടിയുണ്ട്, അതിനുള്ളിൽ എല്ലാം സംഭവിച്ചേ ആകണം എന്ന് അമർനിയ പറയുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കത്തിലായപ്പോൾ പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടാൻ തുടങ്ങി. തനിയെ അതിൻ്റെ ലോക്ക് ഇളകിയതും ആ ശബ്ദം കേട്ട് സിസ്ക ഞെട്ടി ഉണർന്ന് വിളക്കുമായി പുറത്തിറങ്ങി നോക്കുമ്പോൾ
പെട്ടെന്ന് ഒരു പ്രേതം വന്ന് ഭയപ്പെടുത്തുകയും അവൾ ഉടനെ അകത്ത് കയറി ഡോർ അടക്കുകയും ചെയ്തു. എന്നാൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പോൾ പുറത്തുണ്ടായിരുന്ന ഒരു പ്രേതം വീടിനകത്തേക്ക് കയറി ഇരിക്കുകയാണ്. സിസ്കയുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കി കൊല്ലാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ സിസ്ക അലറി ഞെട്ടി ഉണരുകയാണ്. ഒരു സ്വപ്നം കണ്ടതായിരുന്നു. ആ അലർച്ച കേട്ട് എല്ലാവരും ഞെട്ടി ഉണരുകയും ചെയ്തു. പേടിക്കണ്ട, എന്തോ സ്വപ്നം കണ്ടതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം റെൻഡിയുടെ മുത്തശ്ശൻ്റെ ശരീരവും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ തർജയുടെ ശരീരവും ഗ്രാമത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് റെൻഡിയും ഫ്രണ്ടുകാരനും പിന്നെ കദീറയും അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. എടി, എൻ്റെ ഉപ്പയും ഉമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചു, എന്നാൽ അവരുടെ ശരീരം പോലും ഇതുവരെയായിട്ടും കണ്ടുകിട്ടിയില്ല എന്ന് റെൻഡി പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് കുറച്ചു പേർ മരിച്ചവരുടെ ഡെഡ് ബോഡീസ് എടുത്തുകൊണ്ട് വരുന്നത് കാണാം. ഇവിടെ സാധാരണ ഒരു ദിവസത്തിൽ 4-5 പേർ മരിക്കാറുണ്ട്, എന്നാൽ ഇപ്പോൾ 20-30 പേർ മരിച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിരുന്ന് ഖുറാൻ വായിക്കണം, എന്നാൽ അത് ആരും കാര്യമാക്കിയെടുക്കാറില്ല. അതിനാലാണ് മരണങ്ങളുടെ എണ്ണം കൂടി വരുന്നത് എന്നൊക്കെ കദീറ പറയുകയാണ്. ഇപ്പോൾ സിസ്ക ടെൻഷനായി വീട്ടിൽ പോകണം എന്ന് പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നീ വീട്ടിൽ പോയാൽ പ്രേതം നിന്നെ പിടിവിടാതെ പുറകെ വരും, അതുകൊണ്ട് 2 ദിവസം ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം എല്ലാവരും ആ ആംബുലൻസ് വാനിൽ കയറി നേരെ ഒരു കെട്ടിടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ വെച്ചാണ് പണ്ട് മാലിക്കും ബാത്യാറും കൊല്ലപ്പെട്ടത്. ഇവിടെ വെച്ചാണ് ഗ്രാമത്തിലെ ശാപം ആരംഭിച്ചത്. അതേപോലെ 58 വർഷമായിട്ടും ഈ സ്ഥലത്ത് ആരും വരാറുമില്ല, ശുദ്ധികലാശവും ചെയ്തിട്ടില്ല. അതിനാലാണ് ശാപം അങ്ങനെ തന്നെ നിലകൊള്ളുന്നത്. അങ്ങനെ റെൻഡിയും കദീറയും അകത്ത് പൂജ ചെയ്യാനുള്ള സാധന സാമഗ്രികൾ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ പുറത്ത് ഫ്രണ്ടുകാരനും സിസ്കയും വീണ്ടും തിരിച്ചു പോകുമ്പോൾ വാന് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വാനിലെ അറ്റകുറ്റപ്പണികൾ ഒക്കെ ചെയ്ത് കണ്ടീഷൻ ചെയ്തു വെക്കുകയാണ്. അകത്ത് എല്ലാവരും റെഡിയാകുന്നതിനിടയിൽ 2 പേരും പഠിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഞാൻ കോളേജ് പഠിച്ചിട്ടുണ്ട് എന്ന് റെൻഡി പറയുമ്പോൾ, ഞാൻ 12 വരെ പഠിച്ചു, പിന്നെ അമർണ്യ ചേച്ചിയുടെ കൂടെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് കദീറയും പറയുകയാണ്. അതിൽ നാണിക്കേണ്ട കാര്യമില്ല, കൃഷിയില്ലെങ്കിൽ സിറ്റിയിൽ ആരും തന്നെ നേരെ ജീവിക്കില്ല, നിങ്ങളാണ് ശരിക്കും ദൈവം എന്ന് റെൻഡി പറയുകയും ശേഷം, നീ സിംഗിളാണോ? അതെ, നീയോ? ഞാനും സിംഗിൾ. അങ്ങനെ അവർക്കിടയിൽ ചെറുതായി ലവ് സ്റ്റാർട്ടാവുകയാണ്. പുറത്തു നിന്നും ഫ്രണ്ടുകാരനും അവൻ്റെ ലവർ സിസ്കയും വന്ന് 4 പേരും അവിടെ ഇരുന്ന ശേഷം പച്ചരിയെടുത്ത് അവർ ഇരുന്നിട്ടുള്ള പായയ്ക്ക് ചുറ്റിലും വിതറാൻ തുടങ്ങി. അത് മന്ത്രിച്ച പച്ചരിയായിരുന്നു, അതിനകത്തേക്ക് പ്രേതം വരില്ല, എന്ത് സംഭവിച്ചാലും ഇതിന് പുറത്ത് കടക്കരുത്, കടന്നാൽ പ്രേതം പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞ് കദീറ മന്ത്രിച്ച വെള്ളം എടുത്ത് എല്ലാവരുടെയും ദേഹത്ത് കുടഞ്ഞ ശേഷം അവരുടെ കൂടെ കദീറയും പോയി ഇരിക്കുകയാണ്. ഇവർ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെയാണല്ലോ പണ്ട് മാലിക്കും ബാത്യാറും കൊല്ലപ്പെട്ടത്, ഇവിടെ വച്ച് തന്നെ അവരുടെ ആത്മാക്കളെ പിടികൂടി ബന്ധിച്ചാൽ ഈ ഗ്രാമത്തിലെ ശാപം മാറും എന്ന് വിശ്വസിച്ചാണ് ഇവിടെ വന്ന് പൂജാ മന്ത്ര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉറക്കം വന്ന് പരസ്പരം ചാരിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അന്നേരം അവർക്ക് ചുറ്റിലും പ്രേതങ്ങൾ വന്നു നിന്ന് 4 പേരും എപ്പോഴാണോ ആ പച്ചരി ലൈനിൽ നിന്നും പുറത്ത് കടക്കുന്നതോ അപ്പോൾ പിടികൂടാനായി വട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. ഉറക്കത്തിലുള്ള സിസ്ക അറിയാതെ കാല് നീട്ടിയതും അവളുടെ കാല് ആ ലൈനിന് പുറത്തായപ്പോൾ കിട്ടിയ അവസരം മുതലാക്കി അവളെ ഒരു പ്രേതം കാലിൽ പിടിച്ച് വലിച്ചോണ്ട് പോവാൻ തുടങ്ങി. അക്കാര്യം മറ്റാരും അറിഞ്ഞില്ല. എന്നാൽ പെട്ടെന്ന് സിസ്ക ഞെട്ടി ഉണർന്ന്, അയ്യോ എൻ്റെ കാല് വാരിയേ എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് 3 പേരും ഉണർന്ന് സിസ്കയെ രക്ഷിക്കാനായി ഒന്നും ആലോചിക്കാതെ ആ ലൈന് മറികടന്ന് പോകുമ്പോൾ അവിടെ ഒളിഞ്ഞു നിന്നിരുന്ന പ്രേതങ്ങൾ ഒക്കെ മുന്നിൽ വന്ന് പിടികൂടാൻ തുടങ്ങി. 4 പേരെയും ആക്രമിച്ചു കൊണ്ടിരിക്കെ റെൻഡി നിലത്ത് വീഴുകയും റെൻഡിയുടെ കഴുത്തിലെ മുത്തുമാല കണ്ടപ്പോൾ പ്രേതം അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. എന്തെന്നാൽ അത് മാലിക്കിൻ്റെ മാലയാണ്, നമ്മുടെ ആൾക്കാരെ നമ്മൾ ആക്രമിക്കാൻ നോക്കുന്നതാണോ എന്ന് കരുതിയാണ് പ്രേതം പോയത്. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടെങ്കിലും സിസ്കയെ പ്രേതം നേരത്തെ കൊണ്ടുപോയിരുന്നു. അവളെ അന്വേഷിച്ച് ഫ്രണ്ടുകാരൻ കാട്ടിലൂടെ അലയുകയാണ്. സിസ്കയെ പ്രേതം വലിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവൾ ഒരു മരത്തിൽ പിടിച്ചു നിന്നെങ്കിലും പ്രേതം വിട്ടില്ല. വളരെ കൊടൂരമായി അവളെ പിടിച്ച് വലിച്ചോണ്ട് പോവുകയും ചെയ്തു. സിസ്കയുടെ കഥ കഴിഞ്ഞത് തന്നെ. സിസ്കയെ തേടിപ്പോയ ഫ്രണ്ടുകാരന് ഒടുവിൽ സിസ്കയെ കാണുകയാണ്. ഒരു കല്ലിൻ്റെ പുറത്ത് ഇരുന്നിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. എന്നാൽ അവളുടെ തല മൊത്തം മുടി കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട്. എടാ, എനിക്ക് പേടിയാവുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അവനെ നോക്കിയതും അത് യഥാർത്ഥത്തിൽ സിസ്കയുടെ ശരീരത്തിൽ കയറിയ പ്രേതമായിരുന്നു. അവനെ ഭയപ്പെടുത്തി വായുവിൽ പറക്കാൻ തുടങ്ങി. ഉയരത്തിൽ കൊണ്ടുപോയി ഒരൊറ്റ ഇടൽ നിലത്ത് പാറയിൽ അവളുടെ തലയിടിച്ച് സ്പോട്ടിൽ സിസ്ക മരിച്ചു പോവുകയും ചെയ്തു. അത് കണ്ട് ആകെ സങ്കടവും ദേഷ്യവും വന്ന ഫ്രണ്ടുകാരൻ പ്രേതത്തെ തെറി പറയാൻ തുടങ്ങി. എന്നെ തെറി പറയാനായോടാ എന്ന ഭാവത്തിൽ പ്രേതം അവൻ്റെ കാല് വാരി എയറിൽ പറത്തി നിർത്തി ഭയപ്പെടുത്തിയ ശേഷം അവനെയും നിലത്തേക്ക് പാറയിലേക്കിട്ട് ഒടുവിൽ അവനെയും കൊന്ന് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു.
അതേ നേരം ഓടിയെത്തിയ റെൻഡിയും കദീറയും അവിടെ ഫ്രണ്ടുകാരനും സിസ്കയും മരിച്ചു കിടക്കുന്നത് കണ്ട് വിഷമിച്ച് അലറി കരയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഫ്രണ്ടുകാരനെയും സിസ്കയെയും മറവ് ചെയ്യുകയും ചെയ്തു. ശേഷം തിരിച്ച് വീട്ടിലേക്ക് റെൻഡിയെ കൂട്ടിയിട്ട് പോയ ശേഷം റെൻഡി വിഷമിച്ച്, എടി അവൻ എൻ്റെ ഒരേ ഒരു ഫ്രണ്ടാണ്, ഞാനും അവനും ഓസ്ട്രേലിയയിൽ ഒരുമിച്ച് പഠിച്ചവരാണ്, പഠനം കഴിഞ്ഞ് കോഫി ഷോപ്പ് ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ, എന്നാൽ അവൻ എന്നെ വിട്ട് സ്വർഗത്തിലേക്ക് പോയല്ലോ എന്നൊക്കെ റെൻഡി വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് അമർണ്യ വന്ന് റെൻഡിയുടെ പക്കലുള്ള ബോക്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ മുത്തശ്ശൻ്റെയാണ്, മരിക്കുന്നതിന് മുൻപ് ഇത് വിനോങ്കോ എന്ന ഈ ഗ്രാമത്തിലുള്ള അമർണ്യക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് കേട്ട് അമർണ്യയും കദീറയും ഷോക്കായ പോലെ നോക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് എൻ്റെ മുത്തശ്ശനെ അറിയോ എന്ന് റെൻഡി ചോദിക്കുമ്പോൾ അമർണ്യ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാൻ തുടങ്ങി. 20 വർഷം മുൻപ് ഈ ഗ്രാമത്തിലേക്ക് ഒരു കുടുംബം വന്നിരുന്നു. അവർ നിന്റെ മുത്തശ്ശൻ്റെ മകനും അവൻ്റെ ഭാര്യയും, അതായത് നിന്റെ ഉപ്പയും ഉമ്മയും ആയിരുന്നു. എന്നാൽ അത് ജഹാനം ദിനം ആയിരുന്നു. 3-ാമത്തെ ദിവസം നിന്റെ ഉപ്പയും ഉമ്മയെയും പ്രേതം പിടിച്ച് കൊന്നുകളഞ്ഞു. ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുമ്പോൾ റെൻഡി കയ്യിലുള്ള ബോക്സിൽ നിന്നും അവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ അത് കണ്ട അമർണ്യ, നീ എനിക്ക് ബന്ധുവാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനുശേഷം അമർണ്യ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച്, ഇതാണ് എൻ്റെ ഉപ്പ മാലിക്, അടുത്ത് നിൽക്കുന്ന കണ്ണാടി വെച്ചവനാണ് മസ്റൂക്കി, ആളൊരു വലിയ പത്രക്കാരനാണ്, അന്തക്കാലത്ത് മസ്റൂക്കിയാണ് ഫോട്ടോ എടുത്ത് പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കാറ്. അന്നേരം റെൻഡി ചോദിക്കുന്നു, അത് ശരി, അപ്പോൾ പത്രക്കാരൻ്റെ വേഷത്തിൽ നിൽക്കുന്ന മസ്റൂക്കിയാണല്ലേ എൻ്റെ അച്ഛൻ രമേശ് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് അമർണ്യ പറയുകയാണ്. രമേശ് ആണല്ലോ അമർണ്യയോട് ചേച്ചിയെ പ്രേമിച്ചു കൊണ്ടിരുന്നത്, അവർക്കുണ്ടായ മകനാണ് റെൻഡി. ഇപ്പോൾ അടുത്ത് ഇരുന്നിട്ടുള്ള കദീറ ആ ഫോട്ടോസൊക്കെ വാങ്ങി നോക്കുമ്പോൾ അതിലൊരു ഫോട്ടോയിൽ ഒരുത്തി കശാപ്പ് കടയിൽ നിൽക്കുന്നത് കണ്ട് ഒരു കാര്യം റെൻഡിയോട് പറയാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ അമർണ്യ കണ്ണുരുട്ടി കാണിച്ച് ഒന്നും പറയരുത് എന്ന ഭാവം കാട്ടി എന്തോ ഒരു രഹസ്യത്തെ റെൻഡിയിൽ നിന്നും മറച്ചു വെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അമർണ്യയും കദീറയും റെൻഡിയും വീണ്ടും ആ കെട്ടിടത്തിലേക്ക് പോവുകയാണ്. അന്നേരം റെൻഡി അമർണ്യയോട്, പൊതുവെ നിങ്ങൾ എവിടെയാ ഒളിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒളിഞ്ഞു നിൽക്കുന്ന ഇടം ഏതാണെന്ന് ആർക്കും അറിയില്ല, എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല എന്ന് അമർണ്യ പറയുകയാണ്. ശരി, നിങ്ങൾ അകത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്യ്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് തുടക്കത്തിൽ രാത്രി റെൻഡി ഒരു മരച്ചുവട്ടിൽ മുള്ളാൻ പോയിരുന്നില്ലേ, ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. ആക്ച്വലി അന്ന് റെൻഡി ഈ മരത്തിൽ ഒരു കാര്യം കണ്ടിരുന്നു, അതാണ് നോക്കുന്നത്. എന്തെന്നാൽ മരത്തിൽ ഒരു വലിയ ആണി പോലെ എന്തോ തറച്ചു വെച്ചിട്ടുണ്ട്. ആ ആണി പിടിച്ച് വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും നല്ല ഉറപ്പായതിനാൽ കഴിഞ്ഞില്ല. അതിനാൽ പോയി ഒരു കമ്പി എടുത്ത് വന്ന് ഇളക്കിയെടുക്കാൻ നോക്കുമ്പോൾ ദേ മരത്തിൽ നിന്നും രക്തം തെറിക്കുന്നു. അതുമാത്രമല്ല ആ സ്ഥലം വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. പുകയും കാറ്റും കൊടും കാറ്റൊക്കെ വീശി നിലത്ത് ഒരു കുഴി പോലെ താഴാൻ തുടങ്ങി. അതെന്താ കുഴി എന്ന് ചിന്തിച്ച് ആ കുഴിയിൽ മണ്ണ് മാന്തി എടുത്തു നോക്കുമ്പോൾ അരിവാളൊക്കെ കിട്ടുകയാണ്. ഇതിനകത്ത് എന്തോ രഹസ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അമർണ്യയും കദീറയും അലറി വിളിച്ച് കുഴിയിൽ പിന്നെയും മാന്തി നോക്കുമ്പോൾ ഒരു തുണി കഷ്ണം കിട്ടുകയാണ്. അത് വാങ്ങി നോക്കിയ അമർണ്യ, ഇത് എൻ്റെ ഉപ്പയുടെ വസ്ത്രമാണ്, ഇവിടെ എൻ്റെ ഉപ്പയുടെ ശരീരം ഉണ്ടാകും, ഞാൻ മൺവെട്ടിയെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. ഒടുവിൽ ആ കുഴി മാന്തി മാന്തി അമർണ്യയുടെ ഉപ്പയുടെ, അതായത് മാലിക്കിൻ്റെയും പിന്നെ ബാത്തിയാറിൻ്റെയും തലയോട്ടി കിട്ടുകയാണ്. അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും നേരം ഇരുട്ടി തുടങ്ങി. ഈ സമയത്ത് ഗ്രാമത്തിൽ പലരും തൂങ്ങി മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അർത്ഥം എന്തെന്നാൽ പ്രേതത്തിൻ്റെ 3-ാം നാൾ ആരംഭിച്ചു. 3-ാം നാളിൽ പ്രേതം കൂടുതൽ അഗ്രസീവായി കൊല്ലവെറിയിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരുത്തൻ പാചകം ചെയ്തുകൊണ്ടിരിക്കെ പാത്രമൊക്കെ നിലത്ത് വീഴുന്നത് കണ്ട് അയാൾക്ക് ഭയം കൂടി വന്നു. പ്രേതം വീട്ടിൽ കയറി എന്ന് മനസ്സിലാക്കി ഭയന്ന് ഖുർആനൊക്കെ വായിക്കാൻ തുടങ്ങി. പക്ഷെ കാര്യമുണ്ടായില്ല. പ്രേതം വന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതേ നേരം അസ്ഥികൂടങ്ങൾ എടുത്ത് 3 പേരും ഓടുമ്പോൾ പ്രേതം വന്ന് 3 പേരുമായി പോരാടാൻ തുടങ്ങി. അതോടെ 3 പേരും 3 ഭാഗത്തായി. അമർണ്യ പ്രേതത്തെ ഓടിച്ച് മന്ത്രിച്ച വെള്ളം എടുത്ത് ചുറ്റിലും ഒഴിക്കാൻ തുടങ്ങി. താൽക്കാലികമായി രക്ഷപ്പെടാൻ ഇതാണ് ഒളിഞ്ഞിരിക്കാനുള്ള വഴി. അതോടെ റെൻഡിയും കദീറയും ആ മന്ത്രിച്ച വെള്ളമൊഴിച്ച വൃത്തത്തിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. അന്നേരം അമർണ്യ പറയുന്നു, നിങ്ങൾ ഇവിടെ 2 കുഴിയെടുക്കണം, എന്തിനെന്നാൽ മാലിക്കിൻ്റെയും ബാത്തിയാറിൻ്റെയും തലയൊട്ടി കത്തിച്ചു മൂടാൻ. അതോടെ ഗ്രാമത്തിലെ ശാപം മാറും എന്ന് ഇവർ വിശ്വസിക്കുന്നു. അങ്ങനെ അമർണ്യ പറഞ്ഞ പ്രകാരം 2 പേരും കുഴിയെടുക്കാൻ തുടങ്ങി. അമർണ്യ ആണെങ്കിൽ മന്ത്രിച്ച വെള്ളത്തിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊണ്ടേ നിൽക്കുകയാണ്. എന്നാൽ ഒരു ഭാഗത്ത് വെള്ളത്തിന്റെ ശക്തി കുറഞ്ഞതിനാൽ പെട്ടെന്ന് മരിച്ചുപോയ ബാത്തിയാറിന്റെ ആത്മാവ് റെൻഡിയെ വലിച്ചെറിയുകയും അവൻ മരത്തിലേക്ക് തെറിച്ച് ഇടിച്ച് നിലത്ത് വീഴുകയാണ്. റെൻഡിയുടെ കഴുത്തിലെ മുത്തുമാല കണ്ട് ബാത്തിയാറ് റെൻഡി മാലിക്കിന്റെ ആളാണെന്ന് മനസ്സിലാക്കി റെൻഡിയോട്, മാലിക്കിനും എനിക്കുമുള്ള പക തലമുറ തുടർന്നു കൊണ്ടേയിരിക്കും, ഇത് ആരെക്കൊണ്ടും നിർത്താൻ
നിലനിർത്താൻ സാധിക്കില്ല. മാലിക് മരിച്ചാലേ എനിക്ക് സമാധാനമാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാത്തിയാറിൻ്റെ പ്രേതം റെൻഡിയുടെ കഴുത്തിൽ പിടിച്ച് കത്തിയെടുത്ത് കുത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചുപോയ മാലിക്കിൻ്റെ പ്രേതം വന്ന് റെൻഡിയെ രക്ഷപ്പെടുത്തുകയാണ്. മാലിക്കിൻ്റെയും ബാത്തിയാറിൻ്റെയും പ്രേതം 1965 യുദ്ധം ചെയ്യുന്നതാണെന്ന് കരുതിയിരിക്കുകയാണ്. അതിനാലാണ് ഇപ്പോഴും അവർ പോരാടുന്നത്. രണ്ട് രണ്ട് പ്രേതങ്ങളും പൊരിഞ്ഞ യുദ്ധം നടക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ റെൻഡി അവിടെ കുഴിയെടുത്ത് തീരുകയും ശേഷം മാലിക്കിൻ്റെയും ബാത്തിയാറിൻ്റെയും തലയോട്ടി കുഴിച്ചു മൂടി അതിൻ്റെ മുകളിൽ മന്ത്രിച്ച വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കെ രണ്ട് തലയോട്ടിയും കത്തി എരിഞ്ഞു പോവുകയാണ്. അന്നേരം മാലിക് ബാത്തിയാറിനോട് എൻ്റെ ആൾക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിന്നെയും നിന്റെ പാർട്ടിക്കാരെയും ഞാൻ നശിപ്പിക്കും. അത് കേട്ട് ബാത്തിയാർ മതവികാരം മനുഷ്യരിൽ കുത്തിവെച്ച് മനുഷ്യരെ തമ്മിൽ വെട്ടാനും കുത്താനും പഠിപ്പിച്ച് ഒരു ഭാഗത്ത് മുതലാളിയായി മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന നിന്നെയും നിന്റെ ആൾക്കാരെയും ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറയുകയാണ്. അതൊക്കെ കണ്ട അമർന്യ അവിടേക്ക് ഓടി വന്ന് മതി നിർത്ത്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം പോരാടിയത് മതി. നിങ്ങൾ രണ്ടുപേരും മനുഷ്യരുടെ നല്ലതിനല്ല പോരാടുന്നത്, നിങ്ങളുടെ ഒക്കെ അധികാരം നിലനിർത്താനാണ്. നിങ്ങളുടെ സന്തതികളായ ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കട്ടെ, കലഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാലിക് പറയുന്നു, എടി മോളെ, നിന്റെ ശരീരത്തിൽ ഞങ്ങളുടെ പാരമ്പര്യ രക്തമാണുള്ളത്, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കരുത്, നീ ഞങ്ങളുടെ മതത്തിന് വേണ്ടിയായിരിക്കണം സംസാരിക്കേണ്ടത് എന്ന് മരിച്ചിട്ടും മതവെറിയിൽ പറയുകയാണ് മാലിക്. അതേപോലെ ബാത്തിയാറും മതമല്ല പ്രധാനം, മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതൊക്കെ കേട്ട കദീറ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും യുദ്ധമാണ് പ്രഖ്യാപിക്കുന്നത്, വയലൻസ് ഇല്ലാതെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല. ഞങ്ങൾ ന്യൂ ജനറേഷൻസ് ഇഷ്ടപ്പെടുന്നത് വയലൻസ് അല്ല, സമാധാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്ക് എന്ന് പറയുകയാണ്. അത് കേട്ട് രണ്ട് പ്രേതങ്ങളും ശാന്തരായി നിന്ന് പെട്ടെന്ന് കദീറയുടെ കഴുത്ത് പോയി പിടിച്ച് വലിച്ചെറിയുകയും 3 പേരും ചെന്ന് വീണത് ആ മന്ത്രിച്ച വെള്ളമൊഴിച്ച വട്ടത്തിലാണ്. ഈ സമയത്ത് റെൻഡി മാലിക്കിൻ്റെയും ബാത്തിയാറിൻ്റെയും തലയൊട്ടി കുഴിയിൽ മറവ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അവരുടെ പ്രേതം ഇപ്പോഴും പോയിട്ടില്ല. അതിനാൽ മന്ത്രിച്ച പച്ചരിയെടുത്ത് മാലിക്കിൻ്റെയും ബാത്തിയാറിൻ്റെയും ദേഹത്തേക്ക് എറിഞ്ഞതും അവർക്കത് താങ്ങാനായില്ല. രണ്ട് പ്രേതവും പറന്ന് എയറിൽ നിന്ന് അലറി ഒടുവിൽ ആവിയായി പോവുകയും ചെയ്തു. അതോടെ ഈ ഗ്രാമത്തിലെ ശാപവും പോയി. ഒരു വിധത്തിൽ ഗ്രാമത്തിൽ 58 വർഷമായി നിലനിന്ന ശാപം മാറി എന്ന് മനസ്സിലാക്കി 3 പേരും കെട്ടിപ്പിടിച്ച് ആശ്വസിക്കുകയാണ്. ചിത്രം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. പിറ്റേ ദിവസം മുതൽ ബിനാങ്കോ എന്ന ഈ ഗ്രാമത്തിലെ എല്ലാവരും വളരെ സന്തോഷകരമായി ജീവിക്കാൻ തുടങ്ങി. റെൻഡി ആണെങ്കിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കദീറ അവനോട് നീ പോവുകയാണോ എന്ന് അല്പം വിഷമത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു വരും എന്ന് പറയുകയാണ്. എടാ, എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ, പിന്നെ നീ എന്തിനാ തിരിച്ചു വരുന്നത്? പ്രശ്നം തീർന്നു, എന്നാൽ എൻ്റെ ലൈഫ് ഇവിടെയല്ലേ ഉള്ളത്, നിന്നെ വിട്ട് ഞാൻ എവിടെ പോകാനാ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാം എന്ന് റെൻഡി പറയുകയാണ്. അതോടെ രണ്ടുപേരും തമ്മിൽ റൊമാൻസ്. അതിനുശേഷം റെൻഡിയുടെ കൂടെ കദീറയും അവൻ്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനമായി. അമർന്യയും അതിന് സമ്മതിച്ച് ഒടുവിൽ അവരെ രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രണ്ടുപേരും വാൻ എടുത്ത് യാത്ര തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഗ്രാമത്തിലുള്ള ശ്മശാനത്തിൽ 2 കല്ലറ കാണാം. അതിൽ അമർന്യ മാലിക്കിൻ്റെ മകൾ എന്ന് ഒരു കല്ലറയും മറ്റേതിൽ കദീറ ബാത്തിയാറിൻ്റെ മകൾ എന്നും എഴുതിയ 2 കല്ലറ കാണുകയാണ്. അതായത് അമർന്യയും കദീറയും പ്രേതമാണ്, അവർ ജീവനോടെ ഇല്ല. മാലിക്കിൻ്റെ മകൾ അമർന്യയും ബാത്തിയാറിൻ്റെ മകൾ കദീറയും മരിച്ചു പോയിരുന്നു. ഇവർ രണ്ടുപേരും 1965 നടന്ന കലാപത്തിൽ അന്ന് മാലിക്കും ബാത്തിയാറും തമ്മിൽ പരസ്പരം വെട്ടി മരിക്കുമ്പോൾ അതേ ദിവസം അമർന്യയും കദീറയും മരിച്ചു പോയിരുന്നു. ഇപ്പോൾ റെൻഡിയും കദീറയും വാനിൽ പോയിക്കൊണ്ടിരിക്കെ റെൻഡി കദീറയെ നോക്കി ചിരിക്കുകയാണ്. അന്നേരം കദീറ തിരിഞ്ഞു നോക്കി പുറകിൽ സീറ്റിലുള്ള അമർന്യയെ നോക്കി ചിരിക്കുകയാണ്. അതോടെ രണ്ടുപേരുടെയും കണ്ണ് കറുക്കാൻ തുടങ്ങി. ആക്ച്വലി തുടക്കത്തിൽ ഗ്രാമത്തലവൻ പരിക്കേറ്റ് കുടിലിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു ലേഡി നടന്നു പോകുന്നത് കണ്ടിരുന്നില്ലേ? അത് മറ്റാരുമല്ല, അമർന്യ ആയിരുന്നു. അതേപോലെ പെട്രോൾ ബോംബ് വലിച്ചെറിഞ്ഞിരുന്നില്ലേ? അത് എറിഞ്ഞത് കദീറ ആയിരുന്നു. അതിനാലാണ് ഇവൾ എതിർ പാർട്ടിയിലുള്ള ആളാണെന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് തന്നെ കുത്തിക്കൊന്നത്. അതേപോലെ ഒരിക്കൽ റെൻഡിക്ക് കുറച്ച് ഫോട്ടോസ് അമർനെ കാണിക്കുമ്പോൾ ആ ഫോട്ടോ കദീറ വാങ്ങി എന്തോ ഒരു രഹസ്യം പറയാൻ നോക്കുമ്പോൾ അമർന്യ പെട്ടെന്ന് കണ്ണുരുട്ടി കാണിച്ച് ആ രഹസ്യം റെൻഡിയോട് പറയണ്ട എന്ന് ആംഗ്യം കാണിച്ചിരുന്നില്ലേ? അത് എന്താണെന്ന് വെച്ചാൽ ആ ഫോട്ടോയിലുള്ളവരൊക്കെ മരിച്ചവരുടെ ഫോട്ടോസ് ആയിരുന്നു. അമർന്യ കശാപ്പ് കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ഫോട്ടോ റെൻഡി നോക്കിയിരുന്നെങ്കിൽ അമർന്യ മരിച്ചവളാണെന്ന് റെൻഡിക്ക് മനസ്സിലായേനെ. അതേപോലെ ഒരിക്കൽ റെൻഡിയുടെ ഫ്രണ്ടുകാരനും സിസ്കയും കൊല്ലപ്പെട്ടപ്പോൾ
രണ്ടുപേരുടെയും ബോഡി മറവ് ചെയ്തു പോകുമ്പോൾ അവിടെയുള്ള ജോലിക്കാരൻ ഒരുമാതിരി നോക്കുകയാണ്. ഇവൻ ആരോടാ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ. കാരണം കൂടെയുള്ളത് അമർനയുടെയും കദീറയുടെയും പ്രേതം ആണല്ലോ. ആ പ്രേതത്തെ ആ ജോലിക്കാരൻ കണ്ടിരുന്നില്ല. പ്രേതത്തെ റെൻഡിക്കും ഫ്രണ്ടുകാരനും സിസ്കയ്ക്കും മാത്രമാണ് കാണാൻ സാധിച്ചത്. അവസാനം അവർ താമസിച്ച വീട് നോക്കിയാൽ ഒരുപാട് പഴക്കമുള്ള ദ്രവിച്ച വീടാണ് കാണുന്നത്. മാലിക്കിൻ്റെയും ബാത്യാറിൻ്റെയും മകൾ, അതായത് അമർനയും കദീറയും പ്രേതമായി വന്ന് റെൻഡിയുടെ കൂടെ നിന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാലിക്കിൻ്റെയും ബാത്യാറിൻ്റെയും മിസ്റ്റേക്ക് കാരണമാണ് ഒരുപാട് പേർ മരിച്ചത്. അതേപോലെ മരിച്ചിട്ടും അവരുടെ ആത്മാക്കൾ യുദ്ധം തുടർന്നു കൊണ്ടേയിരുന്നു. അത് അവസാനിക്കണമെങ്കിൽ ചിലത് ചെയ്യണം എന്ന് തീരുമാനിച്ചാണ് അമർനയും കദീറയും റെൻഡിയുടെ സഹായത്താൽ പൂജാകർമ്മങ്ങൾ ചെയ്ത് ശാപം ഗ്രാമത്തിൽ നിന്നും ഒഴിപ്പിച്ചത്. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.